മിക്കായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. സിയോൻ രക്ഷാകേന്ദ്രം. അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മലഗിരി ശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും. കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിന്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായി, കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവരോരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചോട്ടിലുമായിരിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. എല്ലാ ജനതകളും തങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ചരിക്കുന്നു. നാം നമ്മുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ എന്നെന്നും വ്യാപരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ മുടന്തരെ ഒരുമിച്ച് കൂട്ടും. ചിതറിക്കപ്പെട്ടവരെയും ഞാൻ പീഡിപ്പിച്ചവരെയും ശേഖരിക്കും. മുടന്തരെ ഞാൻ എന്റെ അവശേഷിച്ച രജ്ജനമാക്കും. ബഹിഷ്കൃതരെ പ്രബല ജനതയാക്കും. അന്ന് മുതൽ എന്നേക്കും സിയോൻ മലയിൽ കർത്താവ് അവരുടെ മേൽ വാഴും. അജഗണത്തിന്റെ ഗോപുരമേ, സിയോൻ പുത്രിയുടെ പർവ്വതമേ, പൂർവകാലത്തെ ആധിപത്യം, ഇസ്രായേൽ പുത്രിയുടെ രാജ്യത്വം നിന്നിലേക്ക് വരും. എന്തേ നീ ഇപ്പോൾ ഉച്ചത്തിൽ കരയുന്നു? നിനക്ക് രാജാവില്ലേ? നിന്റെ ഉപദേഷ്ടാവോ മരിച്ചുപോയോ? ഈറ്റുനോവ് പോലെ കഠിനവേദന നിന്നെ കീഴടക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്? സിയോൻ പുത്രി, പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ നീ വേദനയാൽ പുളയുക. നീ ഇപ്പോൾ ഈ നഗരം വിട്ടുപോയി വിജന പ്രദേശത്ത് വസിക്കേണ്ടി വരും. നീ ബാബിലോണിലേക്ക് പോകും. അവിടെ വെച്ച് നീ രക്ഷിക്കപ്പെടും. കർത്താവ് നിന്നെ ശത്രുകരങ്ങളിൽ നിന്ന് വീണ്ടെടുക്കും. അനേകം ജനതകൾ നിനക്കെതിരെ സമ്മേളിച്ച് പറയുന്നു, അവൾ അശുദ്ധയാകട്ടെ, നമുക്ക് അവളുടെ നാശം കണ്ട് സന്തോഷിക്കാം. എന്നാൽ കർത്താവിന്റെ വിചാരങ്ങൾ അവർ അറിയുകയില്ല. അവിടുത്തെ ആലോചനകൾ അവർ ഗ്രഹിക്കുന്നില്ല. മെതിക്കളത്തിൽ കറ്റെന്ന പോലെ അവിടുന്ന് അവരെ ശേഖരിച്ചിരിക്കുന്നു. സിയോൻ പുത്രി, എഴുന്നേറ്റ് മെതിക്കുക. ഞാൻ നിന്റെ കൊമ്പ് ഇരുമ്പും കുളമ്പ് പിച്ചളയും ആക്കും. അനവധി ജനതകളെ നീ ചിതറിക്കും. അവരിൽ നിന്നെടുത്ത കൊള്ള മുതൽ നീ കർത്താവിന് അർപ്പിക്കും. അവരുടെ സമ്പത്ത് ഭൂമി മുഴുവന്റെയും കർത്താവിന് നീ കാഴ്ചവെക്കും.